ഉണ്ടായിരുന്നു? ചേട്ടാ പടം എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പർ മൂവി, ഫാസ്റ്റ് മൂവിയാണ്. പടം എങ്ങനെയുണ്ട്? പടം എങ്ങനെയുണ്ടായിരുന്നു? ഹക്കീമിന്റെ പടങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവില്ല, ഇന്ന് ഒരുപാട് വ്യത്യസ്തമാണ്. ഇഷ്ടപ്പെട്ടോ? മ്യൂസിക് എങ്ങനെയുണ്ട്? കണ്ടില്ല, കാണും മൂവി ഒന്ന് കാണുക. കാരണം ഇത് ഒരുപാട് പേരുടെ എഫേർട്ടാണ്. ഓരോ മൂവിയും ഒരുപാട് പേരുടെ എഫേർട്ടാണ്. അതിന് നമ്മൾ വാല്യൂ ചെയ്യുക, എല്ലാവരും വന്ന് കാണുക. ഞാൻ പറഞ്ഞില്ല, ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടായിരിക്കും. സോ എല്ലാവർക്കും മൂവി എന്താ പറയുക, ഇഷ്ടപ്പെടാതിരിക്കാം. എല്ലാവരും വന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാം. പിന്നെ ഹെൽത്തി ആയിട്ടുള്ള ക്രിറ്റിസിസം ചെയ്യുക, അത്രേ ഉള്ളൂ. കാരണം അവർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എന്തെങ്കിലും ടിപ്സോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മൂവി റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ കൺസിഡർ ചെയ്യും. പിന്നെ ആരും വ്യക്തിഹത്യ ചെയ്യാതിരിക്കുക എന്നുള്ളതൊരു റിക്വസ്റ്റാണ്. അത് ഞാനും ചില വീഡിയോസ് കാണുമ്പോൾ അങ്ങനെ പറയേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ട്. ജസ്റ്റ് എൻ്റെ ഒരു ഒപ്പീനിയൻ. നല്ല പാട്. ഡയറക്ഷൻ നല്ല, മ്യൂസിക് നല്ല, ആക്ടിങ് നല്ല, പുതിയ ചെറുക്കുന്ന ഫൈസ് ഈ പടത്തിൻ്റെ ഭാഗമാവാൻ കഴിഞ്ഞൊരു സന്തോഷമുണ്ട്. എനിക്ക് കിട്ടിയ ചുരുളമണി എന്ന് പറയുന്നൊരു ക്യാരക്ടറാണ്. അത് നന്നായി ചെയ്തു എന്ന് എല്ലാവരും പറയുന്നു. നിങ്ങൾ കാണാൻ നിങ്ങളുടെ അഭിപ്രായം പറയാം. ചേട്ടാ, ഓഡിയൻസിനോടുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ? ഭീകരമാണ്. കാരണം വെച്ചാൽ ഒരു സൗഹൃദം ഫീൽ ചെയ്യുന്നുണ്ട്. കൂട്ടുകാരന് എന്താ പറയുക, ഒന്നും പറയാൻ പറ്റില്ല. ഗോപി സുന്ദർ എന്നുള്ള പേര് കുറേ നാളായിട്ട് നമ്മളിപ്പോൾ കാണുന്നില്ല. ഇപ്പൊ വീണ്ടും അങ്ങനെയൊന്നുമില്ല, കാണായികയൊന്നുമില്ല. ഇപ്പൊ കുറെ വർക്കുകളിൽ ഇപ്പൊ വന്നു തുടങ്ങിയിട്ടുണ്ട് ആള് തിരിച്ച്. കാരണങ്ങളുണ്ടാവാം. കടകലിലോ ഇട്ട് വരുമ്പോഴത്തേക്ക് എങ്ങനെ? കടകലില് ഇപ്പൊ ഗംഭീര മ്യൂസിക് ആയിരുന്നല്ലേ, നിങ്ങൾ കണ്ടിട്ടില്ല. കാണണം. കണ്ടിട്ടില്ല. അപ്പോൾ ഈ സിനിമയ്ക്ക് വേണ്ട എല്ലാ ബലങ്ങളും മ്യൂസിക്കിൻ്റെ ഭാഗത്തു നിന്ന് കൊടുക്കേണ്ട സപ്പോർട്ടെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ പാട്ടാണെങ്കിലും ഇപ്പം തന്നെ ഹിറ്റാണ് പാട്ടുകൾ. അപ്പോൾ കൂടുതൽ അതിനെക്കുറിച്ച് എനിക്ക് പുള്ളിയുടെ റീ എൻട്രി എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം പുള്ളി ഇവിടെ ഉണ്ട്, പുള്ളി എങ്ങും പോയിട്ടില്ല. അതാണ് സന്ദേശം. ഭയങ്കര കറക്റ്റ് നിലമ്പൂർ നടക്കുന്ന കാര്യങ്ങൾ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് എടുത്തിട്ടുണ്ട്. പായസം ലൈക്ക് ഫസ്റ്റ് ഫിലിമാണ് പായസിന്റെ. പക്ഷേ ഭയങ്കര കോമഡി ക്യാരക്ടർ പോലെയാണ് ചെയ്യുന്നത്. പക്ഷെ എൻഡിൽ അങ്ങനത്തെ ട്വിസ്റ്റും ഉണ്ട്. പക്ഷെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഹക്കീമൊക്കെ സ്റ്റേജിൽ വരുമ്പോൾ മറ്റു സാധനം ഫുൾ സ്ക്രീൻ ഇമോഷണലും ഫൈറ്റും ഹ്യൂമറും എല്ലാം കൂടെ ചേർന്നിട്ട് ഗംഭീരമാണ്. മലയാള സിനിമയിൽ നിന്ന് നല്ല സമയമാണല്ലോ. എൻ്റെ കൂടെ തന്നെ ഗംഭീരമായിട്ടുള്ളൊരു പരിപാടി. ഡയറക്ടറും ഒരു ഇമോഷണൽ ചെയ്യാനുള്ള സജില് തന്നു. ഭയങ്കര സന്തോഷം. എല്ലാവരും കോമഡി വരുമ്പോൾ ഇത് വ്യത്യസ്തമായിട്ടൊരു സംഭവം ചെയ്യാനൊക്കെ കിട്ടി. അത് ചിലർ തരാനുള്ള ധൈര്യം കാണിക്കണ്ട, അതൊരു സജില് കാണിച്ചു. എല്ലാവരും സിനിമ കാണണം. ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഗംഭീരമായിട്ടുള്ള പരിപാടിയാണ്. ഒരു 24-കാരൻ്റെ കഷ്ടപ്പാടാണ്. എല്ലാവരും പടം പോയി കാണണം. ഒരു 24 വയസ്സായിട്ടുള്ള ഒരു ഡയറക്ടറിന്റെ കഴിവാണിത് മൊത്തം. 24 വയസ്സ് നമുക്ക് കുറയ്ക്കാൻ പറ്റില്ല. അത്രയും കഴിവായിട്ടുള്ള ഒരാൾ തന്നെയാണ് ഈ മൂവിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ ഹക്കീം ഫസ്റ്റത്തെ നടനായിട്ട് വരുന്നൊരു മൂവി എന്ന നിലയിൽ നോക്കുമ്പം ഈസ് അമേസിങ്. മാസൊക്കെ ഒരുപാട് വെച്ചാൽ വലിച്ചെടുത്തേക്കും. അടിപൊളി മാസ് മൂവിയാണ്. വില്ലനും പറയാൻ പറ്റില്ല. വില്ലൻ്റെ നമ്മുടെ മോഹൻലാലിൻ്റെ കൂടെ മമ്മൂട്ടിയുടെ കൂടെയൊക്കെയാണ് വില്ലനായിട്ട് കണ്ടിട്ടുള്ളത്. ഹക്കീമിൻ്റെ കൂടെ കാണുമ്പോൾ ഹക്കീം അതിനൊപ്പം പിടിച്ച് നിന്നിട്ടുണ്ട്. അങ്ങനത്തെ നല്ലൊരു മൂവിയാണ്. പിന്നെ ഒരു പുതുമുഖമായിട്ടുള്ള ആൾക്കാരായിക്കോട്ടെ നല്ലൊരു രസം. മറ്റേ ഫായ്സ് ആണെങ്കിലും അവരും നല്ല രസം ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്കൊരു ഇമോഷണൽ മൂവിനെക്കാട്ടും കൂടുതൽ എനിക്ക് ഫീൽ ചെയ്തത് ഒരു ആക്ഷൻ മൂവിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ഗൂസ് ബംസ് വരുന്ന സീൻസ് ആയിട്ടില്ല. പിന്നെ എടുത്ത് പറയണ ടൈറ്റിൽ ഇത് വരുന്ന രീതി സംതിങ് ഡിഫറെൻറ്റ്. അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾ എന്തായാലും മൂവി പോയി വാച്ച് ചെയ്ത് എൻജോയ് ചെയ്യണം. ഇപ്പോൾ 4 ചിത്രങ്ങൾ തിയേറ്ററിൽ ഇപ്പോഴത്തെ ഈ ഒരു ഓഡിയൻസ് ചോദിക്കുമ്പോൾ അവരാരും സ്റ്റാർ വാല്യൂ അല്ലെങ്കിൽ മൂവി നല്ലതാണെങ്കിൽ കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാ മൂവി നല്ലതായിട്ട് രീതിയിൽ പോകുന്നുണ്ട്. മലയാളം ഇൻഡസ്ട്രിയിൽ നല്ല മൂവീസ് വരുന്നുണ്ട്. അതിൽ ഉദാഹരണം കൂടിയാണ് കടകൾ. പിന്നെ
ഫ്രണ്ടിൽ കുറേ പിള്ളേർ കിടന്ന് കണ്ടായിരുന്നു. അതേപോലെയുള്ള പിള്ളേരാണ് ഇതേപോലെ അടിച്ചുപൊളി പടം കാണാനുള്ളതെങ്കിൽ ഒരു രക്ഷയില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. എനിക്ക് എൻ്റെ ഗ്യാങ്ങിന് ഭയങ്കരമായിട്ട് മിസ് ചെയ്തു. സിനിമ സൂപ്പറാണ്, പിള്ളേർ സൂപ്പറാണ്, അതിൽ അഭിനയിച്ചേക്കുന്ന ആൾക്കാർ സൂപ്പറാണ്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സിനെ എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യണം. ഇപ്പടം മാറിയില്ലെങ്കിൽ പഴയ ഫ്രണ്ട്സിനായിട്ട് കാണുന്നുണ്ട്. കൊള്ളാം, വേറെ ലെവലാണ്. ഫൈറ്റ് നല്ല സൂപ്പർ ഫൈറ്റ്, ആക്ഷൻ നല്ല ശരിക്കും പെർഫോം ചെയ്തിട്ടുണ്ട്. നല്ല സൂപ്പർ പടം നല്ലതാണ് ബ്രോ. പടം ഒരു ആക്ഷൻ കൂടെ ഓടണം. സെക്കൻഡ് ഹാഫിൽ ഒരു സീൻ വരും, ഒരു ലോഡ് സീൻ. അപ്പോൾ അതുകൊണ്ട് പടം വേറെ ലെവലാണ്. പിന്നെ BGM ബോബിസിൻ്റെ ഒരു കമ്പാക്കാണ്. ഡയറക്ഷൻ ആയാലും പിന്നെ പെർഫോമൻസ് ആയാലും ഷാജാൻ എല്ലാവരും അടിപൊളിയാണ്. പടം ഇപ്പോൾ നല്ലൊരു ഹിറ്റാവും തോന്നുന്നു. കാരണം നമ്മളിപ്പോൾ ഫെബ്രുവരി നോക്കുകയാണെങ്കിൽ എല്ലാ പടങ്ങളും അത്യാവശ്യം ഹിറ്റായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ അതിനുശേഷമാണ് കടകനും വന്ന ഇതൊരു അടിപൊളി പടം വരും. നല്ലൊരു ഹിറ്റാവും പടം. തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. തിയേറ്റർ എക്സ്പീരിയൻസ് കാരണം മാസോടെയാണല്ലോ. അപ്പോൾ മാസോടെയാണ് തിയേറ്റർ എക്സ്പീരിയൻസ് എന്തായാലും ഉണ്ട് പടത്തിന്. പിന്നെ ഞാൻ പറഞ്ഞത് ഒരു സെക്കൻഡ് ഹാഫിൽ സീൻ വന്നിട്ട് ടൈറ്റിലൊക്കെ എഴുതി കാണിക്കുന്ന രീതിയൊക്കെ എല്ലാം അടിപൊളിയാണ്. പക്ക ഡയറക്ഷനാണ്, എല്ലാം അടിപൊളിയാണ്. പിന്നെ സജിൻ മാമ്പാറിൻ്റെ ഫസ്റ്റ് പടമാണ്, അത് സമ്മതിക്കണം. ഒരു അടിപൊളി മേക്കിംഗ് ആണ് പടം. നമുക്ക് തോന്നുന്നത് ഒരു ഫസ്റ്റ് പടമാണ്. അപ്പോൾ നല്ലൊരു അശോകൻ ചേട്ടൻ എങ്ങനെ ഉണ്ടായിരുന്നു? അശോകൻ ചേട്ടൻ അടിപൊളിയാണ്. പുള്ളിയുടെ ഒരു ഫാദർ, അക്കിൻ ഷാജാൻ്റെ ഫാദറായിട്ടാണ് റോള്. സെക്കൻഡ് ഹാഫിൽ പുള്ളിയുടെ ഒരു ട്രാൻസിഷൻ ഉണ്ട്. അപ്പോൾ നല്ലൊരു പടമാണ്. ഈ വർഷത്തെ എനിക്കൊന്നും ആദ്യത്തെ അടിപൊളിയാണ്. സംഗീതയ്ക്ക് ഒരു നല്ലൊരു ക്യാരക്ടർ ചെയ്യാൻ പറ്റി. അപ്പോൾ ആ ഒരു കുറച്ച് സീരിയസ് ഒരു ക്യാരക്ടറാണ് അത് ചെയ്തിട്ടുള്ളത്. ആ ഒരു എക്സ്പീരിയൻസ് എൻ്റെയോ